സ്വാഗതം. ഇന്ന് നമ്മൾ 2021 ഫസ്റ്റ് വീഡിയോ വന്നിരിക്കുകയാണ്. ഫസ്റ്റ് വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ എക്സ്പെരിമെൻറ്റും കിട്ടിയൊന്നുമില്ല. ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. ഒരു ബോക്സിങ് വീഡിയോ അല്ല, അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ കുറച്ച് വേറെ രീതിയിലൊക്കെ ചിന്തിച്ചാൽ, പക്ഷേ മഴയും കിണ്ടിയൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പുറത്തേക്ക് പോകാനും കണ്ടം നടക്കുക ചെയ്യാമെന്ന് വിചാരിച്ച പക്ഷേ നടക്കത്തില്ല. അപ്പോൾ ഇനി താഴെ വീഴും. അപ്പോൾ ഇന്ന് അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു 500 എത്താറായി. അതുകൊണ്ട് കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്യണം. ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ ഇപ്പോൾ അതിന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനലിൻ്റെ ബെല്ലൈക്കൺ അടിച്ചു വെച്ചോ. നമ്മൾ നേരെ വീഡിയോയിലേക്ക് അൺബോക്സ് ചെയ്യാൻ സാധനം എന്ന് പറഞ്ഞാൽ ഒരു സെബ്രോണിക്സിൻ്റെ ZEB Vita Plus സ്പീക്കറാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. കുറേ ഫീച്ചേഴ്സും കുറേ ഐറ്റംസും കുറേ നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു സ്പീക്കറാണിത്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും പിന്നെ ബാസ് ടെസ്റ്റ്, സൗണ്ട് ടെസ്റ്റ്, പിന്നെ ബ്ലൂടൂത്തിൻ്റെ എത്രത്തോളം റേഞ്ച് കിട്ടും, അങ്ങനെ കുറേ ഐറ്റങ്ങൾ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നമുക്ക് ഫുൾ റിവ്യൂ എന്തായാലും നമ്മൾ സെബ്രോണിക്സിൻ്റെ ZEB Vita Plus ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ സംഭവം ഞാൻ തിരിപ്പുണ്ട്. ഇത് പയ്യെ അങ്ങ് തുറക്കാം. ഇത് തുറക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് തള്ളി കൊടുക്കണം. അപ്പോൾ ഈ സംഭവം ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ നിങ്ങൾ നോക്കി, ഈ പുറത്തത്തെ ബോക്സിനും ഈ അകത്തത്തെ ബോക്സിനും അടിപൊളി ഡിസൈനുമാണ്. നല്ല കുറച്ച് കനമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് തുറക്കാം. ഇത് ഇവിടെ തുറക്കുമ്പോൾ ഇവിടെ കൊളുത്ത് വന്നിട്ടുണ്ട്. തുറന്ന് കഴിയുമ്പോൾ അകത്താണേലും നമ്മുടെ വലിയ സ്പീക്കറൊക്കെ കിട്ടുന്ന പോലെ 2 സൈഡ് തെർമോക്കോളും, പിന്നെ ഇത് നമ്മുടെ ചാർജിങ് കേബിൾ. ഇത് അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ. ഇത് നമ്മുടെ സ്പീക്കർ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് യൂസർ മാനുവൽ, സെബ്രോണിക്സിൻ്റെ സ്പീക്കറിനെ കുറിച്ച് യൂസർ മാനുവലാണ്. അത് പൊടിയൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ അവർ സംഭവം കവറൊക്കെ വെച്ച് പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ മാറ്റി വെച്ചേക്കാം. നിങ്ങൾ നോക്കിയാൽ അറിയാം, നല്ല ഡിസൈൻ ക്വാളിറ്റി തന്നെ. പിന്നെ സൈഡിൽ തന്നെ ബട്ടൺസ് എല്ലാം വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ സെബ്രോണിക്സിൻ്റെ ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞിരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇതിനെ ചാർജ് ചെയ്യാൻ വേണ്ടി ഈ ഒരു USB കേബിൾ മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെ നിങ്ങൾ കൊടുക്കാൻ നേരത്ത് 5 വോൾട്ടിൻ്റെ ഔട്ട്പുട്ടുള്ള അഡാപ്റ്റർ വെച്ച് വേണം ഇതിന് ചാർജ് ചെയ്യാൻ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കുറച്ച് ഷോർട്സ് കണ്ടിട്ട് ബാക്കി ഷോർട്സ് ഒക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. പടക്കൻ ഷോർട്സ് അല്ലേ, കാണാനും പൊളിയല്ലേ. ഈ സാധനത്തിൻ്റെ ലുക്ക് തന്നെയാണ് ഒരു രസം എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ അടിയിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. അപ്പം ഏത് പ്ലാറ്റ്ഫോം വെച്ചാലും അവിടെ പിടിച്ച് നിൽക്കും, അനങ്ങത്തില്ല, പെട്ടെന്ന് അനങ്ങത്തില്ല, അവിടെ തന്നെ നിൽക്കും. പിന്നെ ഇതിൻ്റെ വേറെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു LED ഡിസ്പ്ലേ കിട്ടും. ഇതിപ്പോൾ ഓൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ബട്ടൺ ഞെക്കി പിടിക്കണം. ഞെക്കി പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു LED ഡിസ്പ്ലേ വരുന്ന കാണാൻ പറ്റും. ഇപ്പം ബ്ലൂടൂത്ത് മോഡിലാണ് കിടക്കുന്നത്. ബ്ലൂടൂത്ത് മോഡിൽ കിടക്കുക. ഇത് കണക്റ്റ് ആയ ഉടനെ ഒരച്ച് വരും, അത് കഴിഞ്ഞ ഉടനെ കണക്റ്റ്. പിന്നെ ഈ സൈഡിൽ നമുക്ക് ഇനിയും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ് ചെയ്യാനുള്ള ബട്ടനെ വോളിയം കൂട്ടണമെങ്കിൽ ഇങ്ങനെ ഞെക്കി പിടിക്കുക. ഫുൾ വോളിയം എന്ന് പറഞ്ഞാൽ 32 ആണ് ഫുൾ വോളിയം വരുന്നത്. പിന്നെ ഈ താഴെ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ വോളിയം കുറയാൻ തുടങ്ങും. ഇവിടെ കാണാൻ പറ്റും, ഞെക്കി പിടിച്ചാൽ കുറയും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും പോകാനുള്ള ഓപ്ഷൻസാണ് ഇതിൻ്റെ പുറകെ വരുന്നത്. പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.5 മണിക്കൂർ കുത്തിയിട്ട 12 മണിക്കൂർ വരെ ഈ സാധനം ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം കൂടുതൽ സമയം പ്ലേ ബാക്ക് കിട്ടും. പിന്നെ നല്ല ബാസ് കൊണ്ട് നല്ല സൗണ്ട് നല്ല രീതിയിൽ പുറത്തേക്ക് തള്ളുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 16 വോൾട്ട് സൗണ്ട് ഔട്ട്പുട്ട് വരും. എന്ന് പറഞ്ഞാൽ 8 വോൾട്ടിൻ്റെ 2 സ്പീക്കറാണ് ഈ 2 സൈഡിൽ ഇരിക്കുന്നത്. പിന്നെ ഇതിനൊരു 810 ഗ്രാം അത്രയും വെയിറ്റ് വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററിയും ഇതിൻ്റെ സ്പീക്കറിൻ്റെ കനമൊക്കെ വെച്ചായിരിക്കും അത്രയും വെയിറ്റ് വരുന്നത്. പിന്നെ ഇത് ഫ്രണ്ട് മെറ്റലാണ്, ബാക്ക് മൊത്തം പ്ലാസ്റ്റിക് വരുന്നത്. അതിന് നല്ല ക്വാളിറ്റി തന്നെ. ഇനി ഇതിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിക്കാം.
എങ്ങനെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. ഇനി നേരെ സൗണ്ടിലേക്ക് പോകാം. ഇതിലെ ബാസ് ടെസ്റ്റ് നടക്കുവാണ്. ഇത് കഴിഞ്ഞ ഉടനെ ഇതിൻ്റെ ഇവിടെ ബ്ലൂടൂത്ത് ടെസ്റ്റ് കാണാൻ എത്ര ഡിസ്റ്റൻസ് കിട്ടുമെന്ന്. അപ്പോൾ നിങ്ങൾ എൻജോയ്. Thunderball, some give it up, some give it up, some give it up to our girl. 5 billion and 40 naughty shorty. Baby girl, all my girls, all my girls. Thunderball say, welcome on the way this time. Cool, I wanna be keeping you warm. I got the right temperature, it's better you from the storm. Come on, girl, I got the right temperature, turn you on. And girl, I'm gonna be the papa, you can be the mom. ബ്ലൂടൂത്ത് ടെസ്റ്റ് ആണ്. ഇവർ പറഞ്ഞത് 5 മീറ്റർ വരെ വരുന്നതാണ്. ഇപ്പോൾ ഞാൻ വീടിൻ്റെ അടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരമേ നടക്കാൻ പോവാണ്. ഇത് ഇവിടുന്ന് കെട്ട ഉടനെ നമ്മുടെ സൈക്കിൾ ആയിരിക്കും ബാക്ക് പോയി തരാൻ പോകുന്നത്. ഞാൻ ഇതും കൊണ്ട് നടക്കാൻ പോവാം. അപ്പം ഞാൻ നോക്കിയെടുത്തോളം നമ്മുടെ ഓരോ ഫോണിൻ്റെ ബ്ലൂടൂത്ത് കപ്പാസിറ്റി അനുസരിച്ചാണ് ഇത് റേഞ്ച് തരുന്നതെന്നാണ് ഞാൻ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ ട്രയൽ കാണിക്കാം. ഞാനിപ്പം വീടിന് താഴോട്ട് ഇറങ്ങിയിട്ട് റോഡ് വഴി ഞങ്ങൾ നടന്നു പോകും. അപ്പോൾ ഇതിൻ്റെ വോയിസ് ബ്രേക്ക് ആവുന്നവരെ ഞാൻ നടക്കും. അപ്പോൾ നിങ്ങൾ അതൊന്ന് കാണുക. ഞാൻ പാട്ട് പ്ലേ ചെയ്യും. ഞാൻ പോവാണ്. കട്ടാന്നുണ്ട്. ഓക്കെ, കട്ടായി. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ ഞാൻ ഇവിടുന്ന് ഒരു 5 മീറ്റർ എന്ന് പറയുമ്പം അത് ഇപ്പം കൂടുതലാണ്. കൂടുതലാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. 5 മീറ്ററിൽ കൂടുതൽ വരുന്നുണ്ട്. അപ്പം നല്ല ഒരു ബ്ലൂടൂത്ത് കപ്പാസിറ്റിയാണ് വരുന്നത്. അപ്പോൾ സംബന്ധിച്ച് നിങ്ങൾ ബ്ലൂടൂത്ത് എല്ലാ ഐറ്റം കണ്ട് അടിപൊളി തന്നെയാണ്. പിന്നെ വേറെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് USB വരുന്നുണ്ട്, പിന്നെ മെമ്മറി കാർഡ് വരുന്നുണ്ട്, പിന്നെ ഓക്സിൻ്റെ വരുന്നുണ്ട്, AUXൻ്റെ കേബിൾ കുത്താനുള്ള അത് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു സംശയം കാണും, ഇത് ചാർജ് ആയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അറിയും? ചാർജ് ചെയ്യാൻ നേരത്ത് ഇവിടെ ചുമ ലൈറ്റ് കത്തും. ആ ഒരു ചുമ ലൈറ്റ് കത്തി പിന്നെ ചാർജ് ചെയ്ത് കഴിയുമ്പം ഫുൾ ചാർജ് ആയി കഴിയുമ്പം അത് കെട്ടും, എന്നാൽ തന്നെ ഓഫായി പോകും. അപ്പോൾ നിങ്ങൾ അത് ഫുൾ ചാർജ് ആയെന്ന് വിചാരിച്ചോണം. അത് നിങ്ങൾക്ക് 12 മണിക്കൂർ വരെ ഡിസ്കോ കളിച്ച് പാട്ടും കേട്ട് നടക്കാം. ഇതിപ്പോൾ ഇവിടെയാണ് കാണിച്ചത്. അപ്പോൾ നിങ്ങളിത് വാങ്ങിച്ചു നോക്കാം, നല്ലത് തന്നെ. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഓഫർ ടൈം വാങ്ങിച്ചുകൊണ്ട് എനിക്ക് 1400 രൂപയ്ക്ക് കിട്ടി. ഇപ്പോൾ നിങ്ങൾ വാങ്ങിക്കാൻ പോകുകയാണെങ്കിൽ ചിലപ്പോൾ 1500 രൂപയ്ക്ക് 1600 രൂപയ്ക്ക് കിട്ടും. ലിങ്ക് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്, താഴെ ചെന്ന് നോക്കിയാൽ മതി. അപ്പോൾ അവിടെ മണി കാണും, വാങ്ങിച്ചോണം. താല്പര്യം വായിച്ചാൽ മതി കേട്ടോ. ഞാനിത് വലിയ പ്രൊമോഷനൊന്നുമല്ല. നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ ഒരു വീഡിയോ അയക്കുന്ന ഒരു അൺബോക്സിങ് കിട്ടുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബാസ് ടെസ്റ്റും കഴിഞ്ഞ് നല്ല ഒച്ചയ്ക്ക് തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ 2001 ഫസ്റ്റ് സീബ വീറ്റ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ അൺബോക്സിങ് ആയിരുന്നു ഫസ്റ്റ് വീഡിയോ 2021. ഇനിയും അടുത്ത വീഡിയോസ് ഉടനെ തന്നെ കാണും. ഇപ്പോൾ എക്സാമൊക്കെയാണ്, അപ്പം ചിലപ്പം ഒരു ലേറ്റ് വരും, എന്നാലും കുഴപ്പമില്ല. അപ്പോഴത്തേക്ക് ഗുഡ് ബൈ പറയുന്നില്ല, അതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോകുള്ളൂ. അപ്പോൾ